പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ അന്വേഷണം CBI ഏറ്റെടുത്തു. 4 ഉദ്യോഗസ്ഥർ ഡൽഹിയിൽ നിന്ന് കേരളത്തിലെത്തി. കൽപ്പറ്റ ഡിവൈഎസ്പിയിൽ നിന്ന് പ്രാഥമിക വിവരങ്ങൾ CBI ശേഖരിച്ചു. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേർന്നു. സുർജിത്ത്, ഇന്ന് ഹൈക്കോടതി വലിയ രീതിയിൽ ഇടപെടൽ നടത്തിയതാണ്. വൈകുന്നതിന് കാരണം എന്താണെന്നടക്കം ചോദ്യങ്ങൾ ചോദിച്ചു. ഉടൻ തന്നെ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിന് പിന്നാലെ ഇതാ CBI പ്രാഥമിക നടപടികൾ തുടങ്ങിയിരിക്കുന്നു. തുടക്കത്തിൽ എന്തൊക്കെയായിരിക്കും CBIയുടെ ഓപ്പറേഷൻ? എങ്ങനെയായിരിക്കും ഈ പ്രാഥമിക പരിശോധനകൾ നടത്തുക? ഇതിനുശേഷം മാത്രമായിരിക്കില്ലേ കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക? ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം CBI ഏറ്റെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ നിമിഷം പങ്കുവെക്കാനുള്ളത്. 4 ഉദ്യോഗസ്ഥരാണ് ഡൽഹിയിൽ എത്തിയത്. ഒരു SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ, ഒരു DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ, മറ്റ് കീഴ് ജീവനക്കാരായ 2 ഉദ്യോഗസ്ഥർ, ഇങ്ങനെ 4 ഉദ്യോഗസ്ഥരാണ് CBI സംഘമാണ് ഡൽഹിയിൽ നിന്ന് എത്തിയത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ കൽപ്പറ്റ DYSP TN സജീവനിൽ നിന്ന് കേസുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങളെല്ലാം തന്നെ ഇവർ ശേഖരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ എല്ലാം തന്നെ പ്രാഥമികമായി ഇവർ സ്വീകരിച്ചു. 3 മണിക്കൂറോളമായിരുന്നു കണ്ണൂരിൽ വെച്ച് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനുമായി CBI സംഘം കൂടിക്കാഴ്ച നടത്തിയത്. കൃത്യമായ രീതിയിലുള്ള വിവരങ്ങളെല്ലാം തന്നെ അവർ സമാഹരിച്ചു. ഇനി നാളെ മുതൽ ഈ അന്വേഷണം ഏറ്റെടുത്ത ശേഷം നാളെ മുതൽ തന്നെ അന്വേഷണം ആരംഭിക്കുകയാണ്. നാളെ തന്നെ ഈ 4 അംഗ സംഘം ഈ വയനാട്ടിലെത്തുകയും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. എന്തായാലും വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥന്റെ കുടുംബം ഉന്നയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിൽ വിഷയം എത്തുകയും CBI അന്വേഷണം വേഗത്തിലാക്കുന്ന നടപടിയിലേക്ക് കടക്കുകയും ചെയ്തത്. മാത്രമല്ല, നേരത്തെ ഇതിന്റെ രേഖകൾ കൈമാറുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള വീഴ്ചകൾ നിലനിന്നിരുന്നു. നടപടിക്രമങ്ങൾ വൈകിയതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര സെക്രട്ടറി ഇപ്പോൾ DGPയോട് വിശദീകരണം തേടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഈ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങൾ നൽകാൻ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ DGPയോട് ആഭ്യന്തര സെക്രട്ടറി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കൃത്യമായുള്ള വീഴ്ച CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം പൊതുവെ ശക്തമായിരുന്നു. CBI അന്വേഷണവുമായി രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇന്ന് കോടതി അടക്കം ഇരയ്ക്ക് നീതി കിട്ടാത്തതിന് കാരണമാകുമെന്ന നിരീക്ഷണമടക്കം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഇതാ ഡൽഹിയിൽ നിന്ന് CBI സംഘം കേരളത്തിലെത്തിയിരിക്കുന്നു. പ്രാഥമികമായ പരിശോധനകൾ തുടങ്ങി. ഡിവൈഎസ്പിയിൽ നിന്ന് രേഖകൾ ശേഖരിച്ചു. ഇനി വിദ്യാർത്ഥികളുടെയും സഹപാഠികളുടെയും അടക്കം മൊഴി രേഖപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്കടക്കം CBI കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്.